നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ മാസം 9-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസം. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാര നിമിഷത്തിലേക്ക്, ദിനത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. അതെ, നാളെ ഒക്ടോബർ മാസം 9-ാം തീയതിയാണ്. നാളെ മുതൽ 9 നക്ഷത്രക്കാർക്ക് ഭാഗ്യ സമയം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ നിങ്ങളുടെ ഗൃഹത്തിൽ മക്കളായിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായിട്ടോ അങ്ങനെ ആരെങ്കിലും ഈ നക്ഷത്രക്കാരായിട്ടുണ്ടെങ്കിൽ ആ ഗൃഹം വളരെയധികം ഭാഗ്യത്താൽ നിറയാൻ പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഗ്യ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങുന്നത്. നിങ്ങൾ അടുത്തുള്ള ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുക. ശിവഭഗവാനെയും പാർവതി മാതാവിനെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കൂടാതെ പിൻവിളക്ക് കൂടി കഴിപ്പിക്കാൻ മറക്കേണ്ട. ഇവിടെ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തുടങ്ങുകയാണ്. നാളെ മുതലുള്ള സമയം ജീവിതത്തിൽ ഭഗവാൻ മഹാദേവൻ്റെ, ദേവാദിദേവനായ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. സകലവിധ ബുദ്ധിമുട്ടുകളും മാറും. ശത്രുദോഷങ്ങളുണ്ട്, അതൊക്കെ മാറും. ദുരിതങ്ങൾ ധാരാളം അനുഭവത്തിലുണ്ട്, അതിൽ നിന്ന് മോചനമുണ്ടാകും. ഇവിടെ ദേവാദിദേവനായ ഭഗവാൻ മഹാദേവനും പാർവതി മാതാവുമാണ് അനുഗ്രഹം നൽകുന്നത്. നിങ്ങൾ തീർച്ചയായും ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് പിൻവിളക്ക് കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. രോഹിണിയാണ് ആദ്യത്തെ നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം തുടങ്ങുകയാണ്. അതായത് രോഹിണി നക്ഷത്രത്തിലെ പുരുഷനാണെങ്കിൽ അയാൾക്ക് ഭാര്യ നിമിത്തവും അല്ലെങ്കിൽ മക്കൾ നിമിത്തം അല്ലെങ്കിൽ അമ്മ പെങ്ങന്മാർ നിമിത്തമൊക്കെ വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. അതായത് ഈ രോഹിണി നക്ഷത്രത്തിലുള്ള ചിലപ്പോൾ ഭാര്യയായിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ അമ്മയായിരിക്കും, ആരാകട്ടെ നിങ്ങളുടെ ഗൃഹത്തിൽ രോഹിണി നക്ഷത്രക്കാരുണ്ടോ അവർക്ക് വളരെയധികം ഭാഗ്യം, അല്ലെങ്കിൽ അവർ നിമിത്തം വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. ഒരു രോഹിണി നക്ഷത്രക്കാരെങ്കിലും നാളെ മുതലുള്ള സമയം നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ വളരെയധികം ഐശ്വര്യവും നേട്ടവും തുടങ്ങുന്നതാണ്. ഭാഗ്യ സമയമാണ്. സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി പടിവാതിലിൽ എത്തുന്ന ദിനമാണ് തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട മനസ്സിൻ്റെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ, സ്വപ്ന ഗൃഹം നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ സ്വപ്ന വാഹന യോഗത്തിൻ്റെയൊക്കെ സമയം നാളെ മുതൽ തുടങ്ങുന്നതാണ്. ആഗ്രഹ പൂർത്തീകരണമാണ് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായി വേണ്ടുന്നത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള നിങ്ങൾക്ക് ആ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ധാരാളം സന്തോഷ നിമിഷങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. തീർച്ചയായും രോഹിണി നക്ഷത്രക്കാരായ ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ഗൃഹത്തിൽ എല്ലാ സഹോദരിയാണ് വിവാഹിതയായി വേറെ ഗൃഹത്തിലാണ് എങ്കിൽ പോലും അവരോടും കൂടി പറയേണ്ടതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ മുതൽ നല്ല സമയമാണ്. ശിവക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തണം. സഹോദരിയാണെങ്കിൽ പോലും അതിൻ്റെ ഗുണം സഹോദരനും കൂടി കിട്ടുന്നതാണ്. അതുകൂടാതെ മാതാപിതാക്കൾക്കും ഈ ഒരു ഭാഗ്യം വന്നു ചേരും. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവഭഗവാനെയും പാർവതി ദേവിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പിൻവിളക്ക് സമർപ്പിക്കുക. നിങ്ങൾ തിങ്കളാഴ്ച, അതായത് അടുപ്പിച്ച് 2 തിങ്കളാഴ്ച വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഒരു വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം, പ്രീതി, നേട്ടം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളക്കായി നാളെ മുതൽ എത്തിച്ചേരുന്നു. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്കും ഭാഗ്യ സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്.
അപ്പോൾ ഇരട്ട രാജയോഗമാണ് ഒക്ടോബർ 9 മുതൽ പുണർതം നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ഭാഗ്യം ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. സൗഭാഗ്യ സമയമാണ്. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. വീട്ടിൽ സദാ ഐശ്വര്യം കളിയാടുന്നതാണ്. ഉയർച്ചയുണ്ടാകുന്നതാണ്. നിങ്ങൾ വസിക്കുന്ന ഗൃഹവും അതിലുള്ള മറ്റ് അംഗങ്ങൾക്കും നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഭാഗ്യം നിമിത്തം അവർക്കും ഭാഗ്യം വന്നു ചേരുന്നതാണ്. ഇപ്പോൾ പ്രവൃത്തി അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പല പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും അതിലൊക്കെ പരാജയം നേരിട്ട നിങ്ങൾക്ക് ഇനി ഇവിടെ അനുഗ്രഹവും ഭാഗ്യവും ഭഗവാൻ മഹാദേവൻ നേരിട്ട് നൽകുകയാണ്. അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്താനും പാർവതി പരമേശ്വരനെ പ്രാർത്ഥിക്കാനും എപ്പോഴും ഓം നമഃശിവായ മന്ത്രോച്ചാരണം നിങ്ങളുടെ മനസ്സിൽ ജപിക്കുവാനും ഉറക്കെ വേണ്ട, പതുക്കെ മതി. അതായത് പതുക്കെ ഒന്ന് മനസ്സിൽ ജപിച്ചാൽ മതി, അല്ലെങ്കിൽ ചുണ്ടുകൾ കൊണ്ട് ചെറിയ തോതിലൊന്ന് മന്ത്രണം നടത്തിയാലും മതി. വളരെ ഭാഗ്യമുണ്ടാകുന്നതാണ്, അനുഗ്രഹം തേടിയെത്തുന്നതാണ്. രേവതിയാണ് അടുത്ത നക്ഷത്രം. ധനധാന്യ സമൃദ്ധിയാണ് രേവതി നക്ഷത്രക്കാർക്ക് നാളെ 9 മുതൽ തുടങ്ങുന്നത്. സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാകുന്നതാണ്. ഒരുപാട് ബാധ്യതകളുണ്ട്, പണയമൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് സ്വർണം, അതൊക്കെ തിരികെ എടുക്കാൻ സാധിക്കും. ബാധ്യതകൾ ഒഴിയുന്നതാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വിജയം വന്നു ഭവിക്കും. ധനനേട്ടമുണ്ടാകും. നിലവിൽ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെ ഒഴിയുന്നതാണ്. ധനപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. കർമ്മ വിജയം വന്നു ചേരും. ഭഗവാൻ അതായത് പരമേശ്വരൻ, ശ്രീ പരമേശ്വരൻ കൂടെയുണ്ട്. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും അധികം പുണ്യവും ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അത്തമാണ് അടുത്ത നക്ഷത്രം. രാജയോഗ സമാനമായ അനുഭവങ്ങൾ നാളെ മുതൽ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. പൊതുഗൃഹ നേട്ടമൊക്കെ കാണുന്നുണ്ട്. സമൃദ്ധിയുടെ സമയമാണ്. നിങ്ങളും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക. കൂവളമാല സമർപ്പിക്കുക കൂടി വേണം. ആഗ്രഹ സാഫല്യമുണ്ടാകും. അനുഗ്രഹം ധാരാളമായി ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. വീട്ടിൽ സമൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്കൊപ്പം വസിക്കുന്ന മറ്റുള്ള ആളുകൾക്കും ഈ ഭാഗ്യം കൂടെ ഉണ്ടാകുന്നതാണ്. ഐശ്വര്യം തേടിയെത്തുന്ന സമയമാണ്. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് ഉത്തമ തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിൽ നേട്ടമുണ്ടാകും. ഉയർച്ചയുണ്ടാകും. കർമ്മ വിജയം തേടിയെത്തുന്നതാണ്. ഒക്ടോബർ 9 മുതലുള്ള സമയം മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നിങ്ങളെ തേടിയെത്തുകയാണ്. നിലവിലെ എല്ലാവിധ ക്ലേശങ്ങളും ഭഗവാൻ മാറ്റുകയാണ്. വളരെയധികം നേട്ടവും ഐശ്വര്യവും ഭാഗ്യവുമാണ് അത്തം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങുന്നത്. വിശാഖം നക്ഷത്രക്കാർക്കും ദുരിതങ്ങൾ നീങ്ങുകയാണ് നാളെ മുതലുള്ള സമയം. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ വേറെയും ദുഃഖങ്ങൾ അകലുകയാണ്. മാനസികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഭഗവാൻ ദൂരെ കളയുകയാണ്. വിദേശ യാത്രാ ഭാഗ്യം വന്നു ചേരും. വിദേശത്തേക്ക് പഠനവുമായി ബന്ധപ്പെട്ടായാലും ജോലിയുമായി ബന്ധപ്പെട്ടായാലും വിനോദവുമായി ബന്ധപ്പെട്ടായാലും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ മാറി ഭാഗ്യം തുറക്കപ്പെടുന്ന സമയമാണ്. യോഗങ്ങൾ അനുഗ്രഹഭാവത്തിൽ തന്നെ അനുകൂല ഭാവത്തിൽ തന്നെ വന്നു ചേർന്നിട്ടുണ്ട്. സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. സന്താന യോഗം തെളിയുന്നുണ്ട്. വിവാഹ യോഗം കാണുന്നുണ്ട്. പുതിയൊരു വാഹനം യോഗം കൂടി കാണുന്നുണ്ട്. പേരും പ്രശസ്തി അംഗീകാരം ഇതൊക്കെ തേടിയെത്തേണ്ട സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തുക. ദുരിതങ്ങളൊക്കെ ഒഴിയുകയാണ്. ഭാഗ്യസമയമായതിനാൽ തന്നെ ജീവിത വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാൻ മഹാദേവനെ മുറുകെ പിടിച്ചോളൂ. കാർത്തികയാണ് അടുത്ത നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്കും ഇരട്ട രാജയോഗ സമയമാണ് തുടങ്ങാൻ പോകുന്നത്. ഈ ഒക്ടോബർ മാസം വളരെയധികം ഭാഗ്യം കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ്. ഒന്നൊന്നായി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. ഈശ്വരാധീനം ഉച്ചസ്ഥായി ആയതിനാൽ തന്നെ
ഭാഗ്യം വളരെയധികം നിങ്ങൾക്ക് കടാക്ഷമാകുന്നതാണ്. ചില പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതിൽ ശിവക്ഷേത്ര ദർശനം തീർച്ചയായും നിങ്ങൾ നടത്തേണ്ടതാണ്. ഉദ്യോഗ കയറ്റമുണ്ടാകും, ജോലി, കർമ്മവിജയം എന്നിവ ഉണ്ടാകും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. വിജയം കൂടെ ഉണ്ടാകും. കടങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. സ്വത്തുവകകൾ, പൂർവിക സ്വത്തുകളൊക്കെ നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. അംഗീകാരങ്ങൾ തേടിയെത്തും. നിലവിൽ എന്തെങ്കിലും വിധേനയുള്ള രോഗത്താൽ വലയുന്നവരാണെങ്കിൽ രോഗമുക്തി കൂടിയാണ് നാളെ മുതലുള്ള സമയം തുടങ്ങുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്കും സന്തോഷ നിമിഷങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. സന്തോഷ വാർത്തകൾ ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകും. മംഗളകാര്യങ്ങൾ നടത്തുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. ആനന്ദകരമായ ധാരാളം നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നടത്തിയെടുക്കാനും ഭഗവാൻ മഹാദേവൻ കനിയുന്നതാണ്. മുന്നോട്ട് പോകെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നതാണ്. വിജയം കൂടെയുള്ള സമയമാണ്. നല്ല മേന്മയും ഭാഗ്യവും വന്നു ചേരുന്ന സമയമായതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പിൻവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെയധികം ഭാഗ്യവും അനുഗ്രഹവും നേട്ടവും ഉണ്ടാകും. പൂയം നക്ഷത്രക്കാർക്കും രാജയോഗ സമയമാണ്. ധനപരമായ നേട്ടമുണ്ടാകും, ഉയർച്ചയുണ്ടാകുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയം. വിജയമുണ്ടാകും. പ്രശസ്തി, അംഗീകാരം എന്നിവ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സഹായങ്ങൾ പല മാർഗങ്ങളിൽ നിന്ന് വന്നു ചേരും. വിജയമുണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നുന്ന വിധേനയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. മനപ്രയാസങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ഈശ്വരാധീനം കൂടെയുണ്ട്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. പിൻവിളക്ക് തെളിയിച്ച് നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ഈ ഒരു സമയം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം ഒരു ശോഭനമായ ഭാവി ലഭിക്കുന്നതിന് സഹായകമാകും. ഭരണി നക്ഷത്രക്കാർക്കും നാളെ മുതൽ ഭാഗ്യ സമയം തുടങ്ങുകയാണ്. ശത്രുദോഷങ്ങൾ ധാരാളമുണ്ട്. അതിൽ നിന്നൊക്കെ നാളെ മുതൽ മോചനമുണ്ടാകും. മിത്രങ്ങൾ ഇപ്പോൾ തീരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളാണ് ചുറ്റിനുമുള്ളത്. അപ്പോൾ ശത്രുശല്യം നിമിത്തം ഒരുപാട് ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഭഗവാൻ മഹാദേവൻ തൃക്കൺ പാർത്ത് നിങ്ങളെ നോക്കുന്നതിനാൽ തന്നെ എല്ലാവിധ പ്രയാസങ്ങളും ഒഴിഞ്ഞു പോകും. കഷ്ടനഷ്ട ദുഃഖ ദുരിതങ്ങൾ ഒക്കെയും ഒഴിയുന്നതാണ്. ഇവിടെ ഭാഗ്യമുണ്ടാകുകയാണ്. വിജയമുണ്ടാകും. വിദ്യ കൊണ്ട് കീർത്തി നേടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. പരീക്ഷകളിൽ വിജയമുണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. നിങ്ങളും മഹാദേവനെ മാത്രമല്ല പാർവതി മാതാവിനെ, പാർവതി പരമേശ്വരനെ പ്രാർത്ഥിക്കുക. ധൈര്യസമേതം മുന്നോട്ട് പോവുക. വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുന്നത്. മൂലം നക്ഷത്രക്കാർക്കും നാളെ മുതൽ സൗഭാഗ്യ സമയം തുടങ്ങുകയാണ്. ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കർമ്മവിജയം തേടിയെത്തുന്നതാണ്. തോൽവികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പാഠങ്ങളും പഠിച്ചു. ഇനി തോൽവികൾ ഉണ്ടാവുകയില്ല. ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം നാളെ മുതൽ ശിവക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തണം. അതിൻ്റെ ഫലമായി നാളെ മുതൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളും പിൻവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ധാരാളം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുമ്പോൾ ഈ ഒക്ടോബർ മാസം 2025 ഈ ഒക്ടോബർ മാസം എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. അതും ഭഗവാൻ മഹാദേവൻ്റെയും പാർവതി മാതാവിൻ്റെയും അനുഗ്രഹം നിമിത്തം. അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഓം നമഃശിവായ ജപം എപ്പോഴും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകേണ്ടതാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് കൂടി തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നന്ദി.